പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വന്ന് നിറയട്ടെ. അവിടുത്തെ സ്നേഹം ഞങ്ങളിൽ കവിഞ്ഞൊഴുകട്ടെ. ഈ തിരുവചനങ്ങൾ ശ്രവിക്കുന്ന ഓരോ മകനിലേക്കും മകളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത കൃപകൾ നിറഞ്ഞൊഴുകട്ടെ. അത് ആത്മീയമായ ഒരു ഉണർവ് നൽകുകയും രോഗശാന്തി നൽകുകയും കുടുംബ സമാധാനം നൽകുകയും സാമ്പത്തിക ഭദ്രത നൽകുകയും ആയിരിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ഈ തിരുവചനങ്ങൾ ശ്രവിക്കുന്ന ഓരോ മകനെയും മകളെയും അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ. മിശിഹായിൽ അനുഗ്രഹീതരായ കുഞ്ഞുമക്കളെ, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിലെ 21-ാമത്തെ അധ്യായത്തിൽ 25 മുതലുള്ളതായ തിരുവചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. മനുഷ്യപുത്രൻ്റെ ആഗമനത്തെ പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ്. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും വലിയ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്നും കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പലെ ജനങ്ങളിൽ വലിയ സംഭ്രമം ഉളവാക്കുമെന്നും എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഭാഗം. ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ ആകാശശക്തികൾ ഇളകുമെന്നും മനുഷ്യപുത്രൻ വലിയ മഹത്വത്തോടും ശക്തിയോടും കൂടി പ്രത്യക്ഷപ്പെടുമെന്നും പറയുന്നുണ്ട്. അവിടെ നാം എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി അടിവരയിട്ടവെന്ന പോലെ തന്നെ പറയാണ്. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവിൻ. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവിൻ. എന്താണ് ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ എന്ന് പറയുന്നത്? ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ചുള്ളതായ ചില കാര്യങ്ങളാണ്. അവസാന ഘട്ടം വരുമ്പോഴത്തേന് സുവിശേഷത്തിൽ മത്തായി സുവിശേഷത്തിലും മർക്കോസ് സുവിശേഷം, ലൂക്ക്, പത്രോസ്ലീഹ എഴുതിയ ലേഖനങ്ങൾ ഇവിടെയെല്ലാം പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ്. ലോകത്തിൻ്റെ അവസാനം വരുമ്പോഴേ പ്രപഞ്ച ശക്തികളെല്ലാം വെന്തുരുകുമെന്നൊരു വാക്ക് പറയുന്നുണ്ട്. എല്ലാം നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ അതുപോലെ തന്നെ വലിയ വലിയ മതപീഡനങ്ങൾ, ഞെരുക്കങ്ങൾ, അന്തിക്രിസ്തുവിൻ്റെ ആഗമനം, അവൻ്റെ ആളുകളുമായിട്ടുള്ളതായ ആഭിമുഖ്യങ്ങൾ, പ്രതിസന്ധികൾ, മതവിശ്വാസത്തിൽ നിന്നുള്ള പലായനങ്ങൾ, ഇങ്ങനെ ഒത്തിരിയും കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറയുന്നുണ്ട്. ഇവിടെയെല്ലാം ഈശോ ഒരു കാര്യം ഇതെല്ലാം പറയുന്നുണ്ട്. എൻ്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും, എങ്കിലും നിങ്ങളുടെ ഒരു തലമുടിയിഴ പോലും നശിച്ചു പോവുകയില്ല. വളരെയേറെ പീഡകളും ഞെരുക്കങ്ങളും എല്ലാം ഉണ്ടായാലും ശരി, എൻ്റെ നാമം നിമിത്തം നിങ്ങൾ പീഡിപ്പിക്കപ്പെടും, എങ്കിലും ഒരു തലമുടിയിഴ പോലും നശിച്ചു പോവുകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. ഒരു വലിയ സത്യം ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമ്മൾക്ക് നേടിയെടുക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഇതാ സമയം സമാഗതമായിരിക്കുന്നു. യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം അടുക്കുകയാണ്. പരിതസ്ഥിതികളെല്ലാം ചേർന്ന രീതിയിൽ തന്നെ വന്നിരിക്കുകയാണ്. ജെറുസലേമിൻ്റെ പതനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിക്കും. ഇത് നോക്കുകയാണെങ്കിൽ ജെറുസലേമിന് ചുറ്റും 23 മുസ്ലിം രാഷ്ട്രങ്ങൾ ജെറുസലേമിന് ചുറ്റും താവളമടിച്ചിരിക്കുകയാണ്. ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ജെറുസലേമിനെ വിഴുങ്ങത്തക്ക രീതിയിലുള്ളതായ സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിൽ മുഴുവനും യുദ്ധത്തിൻ്റെതായ സംഗതികൾ, ചുരുക്കി പറഞ്ഞാൽ വലിയ മതപീഡനത്തിൻ്റെതായ ഒരു രംഗം വരികയാണ്. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഇതെല്ലാം സംഭവിക്കുമ്പോഴേ അവസാനം മനുഷ്യപുത്രൻ ആകാശ മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ്റെ മഹത്വത്തോടുകൂടി അവൻ പ്രത്യക്ഷപ്പെടും. അവൻ പ്രത്യക്ഷപ്പെടുന്നത് അവൻ്റെ മക്കൾക്ക് വേണ്ടി. അങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവിൻ. നമ്മൾ ശിരസ് ഉയർത്തി നിൽക്കേണ്ടവരാണ്. നമ്മൾ ശിരസ് ഉയർത്തി നിൽക്കേണ്ടവരാണ്. കാരണം അവൻ്റെ നാമം നിമിത്തം നാം വെറുക്കപ്പെടുന്നു. അവൻ്റെ നാമനിമിത്തം നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നു. അവൻ്റെ നാമം നിമിത്തം, അവനിലുള്ള വിശ്വാസ നിമിത്തം നമ്മൾ പലായനം ചെയ്യപ്പെടുന്നു, പരിത്യക്തമാക്കപ്പെടുന്നു, നമ്മൾ തകർക്കപ്പെടുന്നു, നമ്മൾ സ്വത്തുക്കൾ കണ്ടുകെട്ടപ്പെടുന്നു. ഇതെല്ലാം സംഭവിക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ തിരുവചനം വ്യക്തമായി പറയുന്നുണ്ട്.
ഇതെല്ലാം സംഭവിക്കുമ്പോൾ വാസ്തവം പറഞ്ഞാൽ ഇതെല്ലാം ഒരടയാളമാണ്. ഈ അടയാളം എന്ന് പറയുന്നത് നമ്മുടെ ശത്രുക്കളുടെ നാശത്തിൻ്റെ ഒരു അടയാളമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വിജയത്തിൻ്റെ ഒരു അടയാളമാണ്. നമ്മൾ വിജയിക്കും. അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ നാമം നിമിത്തം നിങ്ങളെല്ലാവരും ദേഷിക്കും, എങ്കിലും നിങ്ങളുടെ ഒരു തലമുറ ഇഴ പോലും നശിച്ചു പോവുകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. അപ്പോൾ പീഡനത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു നല്ല ചൈതന്യം, ഒരു ശക്തി ചൈതന്യം, ഒരാത്മീയ ശക്തി, ആത്മീയമായ ഉണർവ് നമ്മൾ നേടിയെടുക്കണമെന്ന് തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ ഈ പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നത്? നാം കാണുന്നുണ്ട്, മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ. സഹനമാണ് ഈശോ പറയുന്നത്. സഹനം, ദാരിദ്ര്യം, പീഡനം, ഞെരുക്കം, മർദ്ദനം, ഇവയെല്ലാം യേശു ശിഷ്യന്മാർക്കെല്ലാം ചേർന്നു പോകുന്ന ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു മകൻ എൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ പ്രയാസങ്ങളെയും വിഷമങ്ങളെയും കുറിച്ചെല്ലാം പറയുകയായിരുന്നു. അവന് ഭയങ്കര കടമാണ്, വളരെയേറെ വലിയ കടം, അതിജീവിക്കാനാവാത്ത രീതിയിൽ നിന്നാണ് അവന് തോന്നുന്നത്. പക്ഷേ അതിൽ വലിയൊരു കഥയൊന്നും ഞാൻ കണ്ടില്ല. കടമുണ്ട് എന്നല്ല വിഷമിച്ച് അവൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞപ്പോഴേ ഞാനൊരു കാര്യം സൂചിപ്പിച്ചു, നിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചും കഷ്ടതകളെക്കുറിച്ചും ഒക്കെയാണല്ലോ നീ പറയുന്നത്. എന്നാൽ നമ്മുടെ ഗുരു ഈശോ എവിടെയാ പിറന്നത്? നിനക്കിന്നൊരു നല്ല വീടുണ്ട്, നല്ലൊരു കോൺക്രീറ്റ് കെട്ടിടമുണ്ട്, 2 നിലയുള്ളൊരു കെട്ടിടം, ജീവിക്കാൻ സാഹചര്യങ്ങൾ, ഇതെല്ലാം നിനക്കുണ്ട്. നമ്മുടെ ഗുരു പിറന്നത് എവിടെ? നമ്മുടെ ഗുരുവിന് തലചായ്ക്കാൻ സ്ഥലം കിട്ടിയോ? അവൻ എവിടെയാണ് പിറന്നത്? അവൻ എവിടെയാണ് വളർന്നത്? അവൻ എങ്ങനെയാണ് ജീവിച്ചത്? അവൻ എങ്ങനെയാണ് ഭക്ഷിച്ചത്? ഇതൊക്കെ എങ്ങനെയും ചോദിച്ചു കഴിഞ്ഞപ്പോഴേ ആ മകൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ വരികയാണ്. അതെ, ഈശോയ്ക്കൊന്നുമില്ലായിരുന്നു അവൻ്റെ വാക്കിൽ നിന്ന് വരികയാണ്. ഇതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് വേണ്ടത്. ദാരിദ്ര്യം വാസ്തവം പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ ഒരു മുഖമുദ്രയാണ്. അതുകൊണ്ടാണല്ലോ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം പാപ്പയായി കഴിഞ്ഞ് വന്നപ്പോഴത്തേന് അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു ജീവിതശൈലി, ദാരിദ്ര്യം, സഭ, കത്തോലിക്ക സഭ ദാരിദ്ര്യത്തിലേക്ക് തന്നെ വരണം. ആരംഭത്തിൽ, സഭയുടെ ആരംഭത്തിൽ ക്രിസ്ത്യാനികളുടെ അടയാളം അതൊക്കെയായിരുന്നു. കഠിനമായ ദാരിദ്ര്യവും പീഡകളും ഞെരുക്കങ്ങളും കുരിശുകളും പരാജയങ്ങളും തകർച്ചകളുമൊക്കെ. ഇന്ന് സഭ വളർന്നിട്ടുണ്ടെങ്കിൽ ഈ കുരിശിൽ കൂടെ മാത്രമേ, രക്തസാക്ഷിത്വത്തിൽ കൂടി മാത്രമേ സഭ വളർന്നിട്ടുള്ളൂ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അദ്ദേഹമാണ് വാസ്തവം പറഞ്ഞാൽ, അദ്ദേഹം ചക്രവർത്തിയായി റോമിൽ ആയി അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിച്ചു. അദ്ദേഹം ഒരു ജീവിതശൈലിയിൽ അങ്ങ് മാറ്റം വരുത്തി. അന്നു മുതലാണ് ഒരു ഫ്യൂഡലിസം പോലെ തന്നെ ഉള്ളതായ ഒരു സംസ്കാരം സഭയിലേക്ക് കടന്നു വന്നത്. അതുവരെ ഉണ്ടായിരുന്നതായ ചൈതന്യം ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടതയുടെയും പീഡകളുടെയും ഞെരുക്കത്തിൻ്റെയുമായ ചൈതന്യമായിരുന്നു. ദാരിദ്ര്യത്തിന് വിലയുണ്ട്, സഹനത്തിന് വിലയുണ്ട്, ഞെരുക്കങ്ങൾക്ക് വിലയുണ്ട്. അതാണ് ഈശോ പറയുന്നത്, പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. പീഡനത്തിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെ, മതപീഡനത്തിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവനെ നേടുന്നത്. മതപീഡനം വരുമ്പോൾ അവിടെ ഈശോ പറയുന്നുണ്ട്, ഒരു പട്ടണത്തിൽ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊരു പട്ടണത്തിലേക്ക് നിങ്ങൾ ഓടിപ്പോവുക. ഈശോ പറയുന്നുണ്ട്, മറ്റൊരു പട്ടണത്തിലേക്ക് നിങ്ങൾ ഓടിപ്പോകാം. ഇനി നിങ്ങൾ ഒരിടത്തേക്ക് ചെന്ന് വചനം പറഞ്ഞ് സമാധാനം നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ സമാധാനം അവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ടു പൊക്കൊള്ളുക. നിങ്ങളുടെ കാലിലെ പൊടി പോലും തട്ടിയിട്ട് പൊക്കൊള്ളുക. ഇതെല്ലാം ഈശോ പറയുന്നത്. ഒരു കാര്യം അവിടുന്ന് വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷ പ്രാപിക്കുക. അപ്പോഴേ ക്രിസ്ത്യാനികളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ക്ഷമിക്കുക, സഹിക്കുക, പീഡ അനുഭവിക്കുക, പീഡനങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. പീഡനങ്ങളിലും ഞെരുക്കങ്ങളിലും ദൈവത്തിൻ്റെ മഹത്വം പാടാൻ സാധിക്കണം. നമ്മൾ കാണുന്നല്ലോ ജോവാന ഓഫ് ആർക്ക് കഴുമരത്തിൽ ദഹിപ്പിക്കപ്പെട്ടവളാണ്. യേശുവിൻ്റെ നാമം, ആ നാമം പറഞ്ഞുകൊണ്ട് കരിഞ്ഞു പോയ ഒരു വ്യക്തിയാണ് ജോവാന ഓഫ് ആർക്ക്. എന്തുകൊണ്ടാണ് അവളെ പീഡിപ്പിച്ച് അവളെ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇൻക്വിസിഷൻ കോടതി, നമുക്കെല്ലാം ചരിത്രം അതെല്ലാം അറിയാവുന്നതാണ്. അതായത് തിരുസഭയിലുള്ളതായ ഇൻക്വിസിഷൻ കോടതി പറഞ്ഞു, ഇവൾ മന്ത്രവാദിനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ യേശുവിൻ്റെ നാമത്തിൽ ഈ യുദ്ധം ജയിച്ചെന്നെല്ലാം പറയുന്നത് മന്ത്രശക്തി ഉണ്ടാണെന്ന് പറഞ്ഞ് അവളെ ജീവനോടെ തന്നെ കത്തിക്കാൻ തീരുമാനിച്ചു. ബിഷപ്പും ആളുകളും പുരോഹിതന്മാരും എല്ലാം നോക്കി നിൽക്കെ അവളെ ജീവനോടെ കത്തിക്കുകയാണ്. അങ്ങനെ കത്തിക്കുമ്പോഴും ആ പീഡനത്തിൻ്റെ അവസരത്തിൽ തന്നെ പീഡിപ്പിക്കുകയും തന്നെ കത്തിക്കുവാൻ, ദഹിപ്പിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത ആളിനെതിരായി ഒന്നുപോലും പറയാതെ
കഴുമരത്തിൽ കത്തിയാടുമ്പോഴും അവൾ യേശുവിൻ്റെ നാമം പാടിക്കൊണ്ടിരുന്നു. ഇത് കൊച്ചുവേശ്യയ്ക്ക് ഒരു ഹരമായിരുന്നു. അതുകൊണ്ടാണ് കൊച്ചുവേശ്യ പറഞ്ഞത്, ഞാനും ജോവാൻ ഓഫ് ആർക്കിനെ പോലെ ആയിത്തീരും, എൻ്റെ അതരത്തിലൊരു നാമമുണ്ടായിരിക്കും, യേശുവിൻ്റെ നാമം. സഹനത്തിലും പീഡകളിലും ഞെരുക്കങ്ങളിലും ദുഃഖങ്ങളിലും കഷ്ടതകളിലും ഞാൻ അവൻ്റെ നാമം പാടുമെന്ന് പറഞ്ഞതാണ്. പൊന്നുമക്കളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ മൂല്യവും യഥാർത്ഥ ആ നിറം എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയേ മതിയാവൂ. മാർപ്പാപ്പ പരിശുദ്ധ പിതാവ് വ്യക്തമായ രീതിയിൽ പഠിപ്പിച്ചു. അസീസിയിലെ ഫ്രാൻസിസിൻ്റെ ദാരിദ്ര്യം എന്താണ് പറയുക, അസീസിയിലെ ഫ്രാൻസിസിൻ്റെ ദാരിദ്ര്യം കൊണ്ട് മാത്രമേ സഭ മുന്നോട്ട് പോവുള്ളൂ. ഇന്നസെൻ്റ് രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്താണ് വാസ്തവം പറഞ്ഞാൽ ഫ്രാൻസിസ് അസീസി പാപ്പായെ കാണാൻ ചെല്ലുന്നുണ്ട്. തൻ്റെ സുവിശേഷം എടുത്തു പിടിച്ചുകൊണ്ട് ഈ സുവിശേഷം അനുസരിച്ച് ജീവിക്കുവാൻ പരിശുദ്ധ പിതാവേ എന്നെയും എൻ്റെ സഹോദരന്മാരെയും അനുവദിക്കണമേ, ഈ നിയമാവലിക്ക് അംഗീകാരം തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പയുടെ അടുക്കൽ ചെന്നപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, പന്നിക്കൂട്ടത്തിൽ പോയി കിടക്കാൻ പറയാണ്. അനുസരണം. പന്നിക്കൂട്ടത്തിൽ പോയി കിടക്കാൻ പറഞ്ഞപ്പോഴേ എന്തുകൊണ്ട് പറഞ്ഞു എന്നോ ഒന്നും ചിന്തിച്ചില്ല. ഫ്രാൻസിസ് തൻ്റെ സഹോദരന്മാർ 11 പേരുമായിട്ട് പന്നികളുടെ കൂട്ടത്തിലായി. അവിടെ ആ രാത്രിയിൽ മാർപ്പാപ്പയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റിയില്ല. മാർപ്പാപ്പ അസ്വസ്ഥനായി തീർന്നു. അദ്ദേഹത്തിന് എന്തോ ഒരു വലിയ സ്വപ്നം ഉണ്ടാകുകയാണ്. ഇതാ സഭ തകർക്കപ്പെടാൻ പോവുകയാണ്. ആ തകർക്കപ്പെടാൻ പോകുമ്പോഴേ അതിനെ താങ്ങി നിർത്തുന്നത് ഒരു യുവാവാണ്. അതായത് ഈ ഫ്രാൻസിസ്, അസീസിലെ ഫ്രാൻസിസ്, ആ യുവാവാണ് പകൽ തന്നെ കാണാൻ വന്നതെന്നും പന്നിക്കൂട്ടത്തിലേക്ക് പോകാൻ പറഞ്ഞു വിട്ടതെന്നെല്ലാം സ്വപ്നത്തിൽ പരിശുദ്ധ പിതാവിന് മനസ്സിലായി. പിന്നീടാണ് പിറ്റേ ദിവസം ഈ ആളിനെയും ഫ്രാൻസിസിനെയും കൂട്ടുകാരെയും ഒക്കെ പാപ്പ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞ് ഈ നിയമം അനുസരിച്ച് ജീവിക്കാനായിട്ട് പറഞ്ഞു വിടുകയാണ്. ഇവിടെ കാണിക്കുന്നത് സഭയെ ഇന്ന് താങ്ങി നിർത്തുന്നതും പുഷ്പിക്കുന്നതും അതിനെ പുഷ്ടിപ്പെടുത്തുന്നതും യേശുവിൻ്റെ ദാരിദ്ര്യവും യേശു അനുഭവിച്ച പീഡകളും യേശു അനുഭവിച്ച ഞെരുക്കങ്ങളും കഷ്ടതകളും അതുപോലെ തന്നെ പാലിച്ചേ മതിയാവൂ എന്നുള്ളതാണ്. നാം കാണുന്നുണ്ടല്ലോ, സഹനങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു വിലയുണ്ട്, സഹനങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു മൂല്യമുണ്ട്. ആ മൂല്യം നമ്മൾ ശരിയായി മനസ്സിലാക്കിയേ മതിയാവൂ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രത്യേകിച്ച് 38-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഹെസക്കിയ രാജാവിന് രോഗം പിടിപെട്ട ഹെസക്കിയ രാജാവ് യേശയ്യായുടെ അടുക്കൽ ചെന്ന് പറയുന്നു. തൻ്റെ രോഗത്തെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹം വളരെയേറെ വേദനയോടുകൂടി തന്നെ അദ്ദേഹം മരിക്കുമെന്നുള്ളതായ പ്രവചനമായപ്പോഴേ താൻ മരിക്കുമല്ലോ എന്നോർത്ത് വളരെയേറെ വിഷമിച്ച് കരയാണ്. ദൈവത്തോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. ദൈവം ആയുസ് നീട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആയുസ് നീട്ടി കിട്ടിയപ്പോഴേ യെശയ്യാ രാജാവ് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 38-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ തിരുവചനം പറയാണ്, എൻ്റെ കഠിനവേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന്. അങ്ങ് എൻ്റെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിലേക്ക് അങ്ങ് എറിഞ്ഞു കളഞ്ഞു എന്ന്. പൊന്നുമക്കളെ, യെശയ്യാ ഒരു വലിയ കാര്യം കണ്ടുപിടിച്ചു. ആ സഹനത്തിലൂടെ, ആ കഷ്ടതകളിലൂടെ ദൈവം അവൻ്റെ നന്മയ്ക്കായി ചെലവഴിച്ചു എന്ന്. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ശിരസ് നിങ്ങൾ ഉയർത്തി നിൽക്ക്. സഹനങ്ങളും കഷ്ടതകളും പീഡകളും എല്ലാം വരുമ്പോഴേ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കണം. അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ്, വലിയ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മെ ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ചൈതന്യം, ഈ മഹാചൈതന്യമാണ്. നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്ക്. അവൻ്റെ 2ാമത്തെ ആഗമനം വരുമ്പോൾ, മഹത്വത്തോടുകൂടി അവൻ വരുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവാനുള്ളതായ ആ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കട്ടെ. അത് ലഭിക്കണമെങ്കിൽ സഹനങ്ങളിൽ, പീഡകളിൽ, ഞെരുക്കങ്ങളിൽ, മതപീഡനങ്ങളിൽ നിങ്ങൾ അതിനെ സംയമനത്തോടെ സ്വീകരിച്ചേ മതിയാവൂ. ഫിലദൽഫിയയിലെ സഭയ്ക്ക് എഴുതിയതായ ആ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കുവാൻ സാധ്യമല്ലാതെ തുറക്കുന്നവനും, അതായത് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കവാടം തുറക്കുന്നവനും, അവൻ പൂട്ടിയാൽ ആർക്കും തുറക്കാനുമാവാത്ത കവാടം അങ്ങനെയുള്ളവനുമായവൻ എഴുതുന്നു, ഇതാ നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. പൊന്നുമക്കളെ, ഇതാണ് നമുക്ക് വേണ്ടത്. എൻ്റെ ദൈവം എൻ്റെ പ്രവൃത്തി അറിയട്ടെ, എൻ്റെ ദൈവം എൻ്റെ മനോഭാവം അറിയട്ടെ, എൻ്റെ ദൈവം എൻ്റെ ഹൃദയം അറിയട്ടെ, എൻ്റെ ചിന്തകൾ അറിയട്ടെ. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു,
ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുകയാണ്. പൊന്നുമക്കളെ, ദൈവം എനിക്ക് വേണ്ടി ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നിട്ടിരിക്കുന്ന ഒരു കവാടമുണ്ട്. ഈ കവാടം യേശുവിൻ്റെ ഹൃദയമാണ്. ഈ കവാടം പരിശുദ്ധ മറിയമാണ്. ഈ കവാടം സ്വർഗത്തിൻ്റെ കവാടമാണ്. എങ്ങനെയാണെന്നറിയാം ഇത് കിട്ടിയത്? വചനം പറയുകയാണ്, പ്രത്യേകിച്ച് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 8 മുതൽ വീണ്ടും പറയാണ്. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, നിന്റെ ശക്തി വളരെ പരിമിതമാണ് എന്ന് എനിക്കറിയാം, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. നമ്മൾ പ്രതിസന്ധികളിൽ, വെല്ലുവിളികളിൽ, മതപീഡനങ്ങളിൽ, ഞെരുക്കങ്ങളിൽ, അതുപോലെ തന്നെ നമ്മളെ കൊല്ലുവാൻ നമ്മുടെ എതിരാളികൾ വരുമ്പോൾ, മത തീവ്രവാദികൾ വരുമ്പോൾ, ഇവിടെയൊന്നും പ്രതികാരമല്ല വേണ്ടത്, ഇവിടെയൊന്നും പ്രത്യാക്രമണമല്ല ഈശോ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറഞ്ഞെടുക്കുന്ന ഒറ്റ വാചകമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. ദൈവത്തിൻ്റെ വചനം നമ്മൾ കാക്കുക. 2, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. 2, എൻ്റെ നാമം നീ നിഷേധിച്ചുമില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നറിയാമോ? എൻ്റെ നാമം നീ നിഷേധിച്ചില്ല, എൻ്റെ വചനം നീ കാത്തു. അതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിന്റെ കാൽക്കൽ വീണ് നിന്നോട് മാപ്പ് ചോദിക്കത്തക്ക രീതിയിൽ ഞാൻ അവരെ കുമ്പിടുവിക്കും. അങ്ങനെ അവർ മനസ്സിലാക്കും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. പൊന്നുമക്കളെ, നമ്മുടെ മതപീഡകര്, നമ്മളെ വേദനിപ്പിക്കുന്നവര്, പീഡിപ്പിക്കുന്നവരെ അവർ മനസ്സിലാക്കട്ടെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മുടെ കഷ്ടതകളിലും പീഡനങ്ങളിലും നമ്മൾ ഉയർത്തിപ്പിടിച്ചേ മതിയാവും. വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി കടന്നു വരാം. എന്താന്ന് പറയുന്നത് അറിയാമോ? അവരെ ഞാൻ നിന്റെ കാൽക്കൽ വരുത്തി കുമ്പിടുവിക്കും, അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കട്ടെ. നമ്മുടെ പ്രതിയോഗികൾക്ക് നമ്മൾക്ക് കൊടുക്കുന്ന തിരിച്ചടി എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ദൈവസ്നേഹമാണ്. അവർ മനസ്സിലാക്കും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. വീണ്ടും പറയാണ്, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും എന്നൊക്കെ പറയുന്നത്. ഞാൻ നിന്നെ സംരക്ഷിക്കും, നീ ഇത്രമാത്രം ചെയ്താൽ മതി, ഞാൻ വേഗം വരുന്നു, നീ ഇത്രയും ചെയ്തേ. നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. പൊന്നുമക്കളെ, ദൈവം നമുക്കൊരു കിരീടം തന്നിട്ടുണ്ട്. ഞാൻ ക്രിസ്ത്യാനിയായപ്പോൾ, ഞാൻ പുരോഹിതനായപ്പോൾ, ഞാൻ ദൈവത്തിൻ്റെ മകനായപ്പോൾ, ദൈവത്തിൻ്റെ മകളായപ്പോൾ ദൈവം എനിക്കൊരു കിരീടം തന്നിട്ടുണ്ട്. ഈ കിരീടം തട്ടിയെടുക്കുവാൻ ആരെയും ഞാൻ അനുവദിക്കാൻ പാടില്ല. ഇതാണ് വചനം പറയുന്നത്. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക, നിന്റെ വിശ്വാസം നീ കാത്തു സൂക്ഷിക്കുക എന്ന് പറയാണ്. വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും, അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല. ദൈവത്തിൻ്റെ ആലയത്തിൽ സ്തംഭമായി തീരുവാനുള്ളവരാണ് നമ്മൾ. ദൈവത്തിൻ്റെ ആലയത്തിൽ ജീവശക്തി നൽകുന്ന സാക്ഷ്യം വഹിക്കേണ്ടവരാണ് നമ്മൾ. ഇവിടെ വീണ്ടും പറയാണ്, അവൻ്റെ മേൽ എൻ്റെ നാമവും ദൈവത്തിൻ്റെ നാമവും ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗം വിട്ടിറങ്ങി വരുന്ന പുതിയ ജെറുസലേമാകുന്ന ദൈവനഗരത്തിൻ്റെ നാമവും ഞാൻ എഴുതി ചേർക്കും. ഇതാണ് നമ്മുടെ പരമാന്ത്യം എന്ന് പറയുക. അപ്പോഴേ വരാനിരിക്കുന്ന ആ പീഡകളിലും, വരാനിരിക്കുന്ന ഞെരുക്കങ്ങളിലും, വരാനിരിക്കുന്ന കഷ്ടപ്പാടുകളിലും നമ്മൾ തകർന്നു പോകാതെ ഏത് പീഡനങ്ങളിലും അവസാനം വരെ സഹിച്ചു നിൽക്കുവാനുള്ളതായ ആ ശക്തി, ആ കൃപയാണ് നമുക്ക് വേണ്ടത്. അതിനുള്ള കരുത്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതാണ്. അതായത് എന്തെല്ലാം വന്നാലും ശരി, എന്തെല്ലാം കഷ്ടതകൾ വന്നാലും ശരി, ഒന്ന്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. അതാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. ദൈവമേ, എന്തെല്ലാം കഷ്ടതകളും എന്തെല്ലാം തകർച്ചകളും വന്നാലും അങ്ങയുടെ വചനം കാക്കുവാനുള്ള മഹാഭാഗ്യം എനിക്ക് തരിക. അങ്ങയെ നാമം നിഷേധിക്കുവാൻ എന്നെ ഒരിക്കലും കൈവിടരുതേ. അങ്ങയെ നാമം നിഷേധിക്കുവാൻ ഒരിക്കലും കൈവിടരുതേ. അങ്ങയുടെ നാമത്തിൻ്റെ ശക്തമായ സാക്ഷിയായി അങ്ങനെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പറയാം, എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്കുള്ളത് നമുക്ക് കാത്തു സൂക്ഷിക്കാം. ദൈവം നമുക്ക് നൽകിയ ആ വിശ്വാസം എന്ന മഹാദാനം മാതാപിതാക്കന്മാരിലൂടെ, പൂർവികന്മാരിലൂടെ പരമ്പരാഗതമായി നമുക്ക് ലഭിച്ച ആ വിശ്വാസം, അത് നമുക്ക് കാത്തു സൂക്ഷിക്കാം. നിനക്കുള്ളത് നീ കാത്തു സൂക്ഷിക്കുക. ഇനിയും വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു സ്തംഭമാകും. ദൈവത്തിൻ്റെ ആലയത്തിൽ നമുക്ക് സ്തംഭമായി മാറാം. അങ്ങനെ നമുക്ക് 3 കാര്യങ്ങൾ നമ്മുടെ മേൽ എഴുതട്ടെ. എന്തെല്ലാമാണ് എഴുതുന്നത്? അവൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ നാമം.
അവൻ്റെ മേൽ ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗം വിട്ടിറങ്ങി വരുന്ന പുതിയ ജെറുസലേം ആകുന്ന ദൈവനഗരത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ നാമവും ദൈവനഗരത്തിൻ്റെ നാമവും പുതിയ നാമം എന്ന് പറയുന്നത് ഞാൻ പുതിയ വ്യക്തിയാണ്. ഈ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവിന് വേണ്ടി തുറക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു വാഴണമേ. അങ്ങ് എൻ്റെ ആത്മാവിൽ നിറയണമേ, എൻ്റെ മനസ്സിൽ നിറയണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ജീവനും ശക്തിയും കൊടുത്തതുപോലെ ഞങ്ങൾ ഓരോരുത്തരിലും നിറയുമാറാകട്ടെ. ഞങ്ങൾക്കുള്ള കിരീടം ആരും കവർന്നെടുക്കുവാൻ അങ്ങ് അനുവദിക്കരുതേ. അതിനെ കാത്തു സൂക്ഷിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ നാമവും അങ്ങയുടെ രാജ്യത്തിൻ്റെ നാമവും അങ്ങയുടെ പുതിയ നാമവും എൻ്റെ മേലങ്ങ് ഉല്ലേഖനം ചെയ്യണമേ. നിത്യരക്ഷയിലേക്കും നിത്യജീവനിലേക്കും എന്നെയും ഈ തിരുവചനം ശ്രവിച്ച ഓരോ മകനെയും മകളെയും അങ്ങ് അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഈ തിരുവചനങ്ങൾ കേട്ട മക്കൾക്ക് അത്ഭുതകരമായ പരിശുദ്ധാത്മ അഭിഷേകവും രോഗശാന്തിയും കൃപയും സൗഖ്യവും സാമ്പത്തികമായ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുവാൻ തിരുമനസ്സാകണമേ. ഈ തിരുവചനങ്ങൾ പരിപൂർണമായ പാപമോചനത്തിനും രക്ഷയ്ക്കും കാരണമായി തീരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. Fax 0091 480 270 8097. Email mail.divinetv@gmail.com. Website www.drcm.org.